ദാസേട്ടൻ ഈ റീൽസിലൂടെയാണല്ലോ ദാസേട്ടന്റെ തുടക്കം. അപ്പൊ ഈ ഒരു സിനിമാ മോഹം തന്നെയാണോ റീൽസിലൂടെ ദാസേട്ടൻ തുടക്കം കുറിച്ചത്? ഒരിക്കലുമല്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമ നടനാവണം എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ കുറേ ആളുകൾ എന്നെ അറിയപ്പെടണം എന്ന് അറിഞ്ഞുകൊണ്ട് വന്ന ഒരാളെ അല്ല. ഒരു നിമിത്തമായിട്ട് ഈ ഒരു ഇതിലേക്ക് വന്ന ആളാണ്. അതായത് ടിക്ടോക്ക് കൂടെ നിമിത്തമായി വന്നു. പിന്നെ അത് ആളുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി, എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും. അങ്ങനെ വന്ന ഒരാളാണ്. അങ്ങനെ വന്നതാണ്. അതെ. അതുപോലെ ഈ പാലാ സജി പുള്ളിയും ഈ ഒരു ടൈമിൽ തന്നെ വന്നിട്ടുള്ളതാണ്. പുള്ളിയായിട്ട് എങ്ങനെ പരിചയമുണ്ടോ? എങ്ങനെയാണ് പുള്ളിയായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? അതെ അതെ. പാലാ സജിയേട്ടൻ എന്നെ ടിക്ടോക്ക് പോലെ എനിക്കറിയാം. അപ്പൊ ടിക്ടോക്കിൽ എനിക്ക് തോന്നുന്നു ടിക്ടോക്കിലെ ഒരു ആദ്യ രാജാവ് ഫുക്രു പാലാ സജിയേട്ടൻ അങ്ങനെ. അപ്പം ഞാനന്ന് തുടങ്ങിയ സമയമാണ്. അങ്ങനെ ഈ രണ്ട് വ്യക്തികളെ ടിക്ടോക്ക് കൂടെ എനിക്ക് നല്ല പരിചയമുണ്ട്, ഈ രണ്ട് വ്യക്തികളെ. അങ്ങനെ ഈ ടിക്ടോക്ക് അടച്ചുപൂട്ടിയ ശേഷം ആണ് ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നൊരു സംവിധാനം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അതുവരെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അപൂർവമായി മാത്രമുള്ള സാധനമാണ്. അതായത് ബിസിനസ്സുകാർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതുപോലെ തന്നെ വലിയ വലിയ ജോലിക്കാർ, അവരെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് ഇൻസ്റ്റാഗ്രാം. പിന്നെ ടിക്ടോക്ക് കഴിഞ്ഞ ശേഷമാണ് റീൽസ് എന്ന് പറഞ്ഞ സംവിധാനം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അപ്പം ടിക്ടോക്ക് പൂട്ടിയ ശേഷം എല്ലാവരും അതിലേക്ക് കയറി. അതിനും പാലാ സജിയേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ ഈ മലബാർ മേഖലയിൽ ദാസേട്ടൻ കോഴിക്കോട്, അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് പാലാ സജിയേട്ടൻ, ഞങ്ങളൊരു വിഭാഗം ഉണ്ടായിരുന്നത് തുടക്കകാലത്താണ് പറയുന്നത് റീൽസിൽ. പിന്നെ കുറേ ആൾക്കാർ റീൽസിലേക്ക് പിന്നെ വന്നു. ഇപ്പോൾ പാലാ സജിയേട്ടൻ സജീവമായിട്ടൊന്നും ഇപ്പോൾ റീൽസ് ചെയ്യുന്നത് ഞാൻ കാണാറില്ല. പക്ഷെ ഞങ്ങൾ എപ്പോഴും നല്ല കോൺടാക്ട് ഉണ്ട്, വിളിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ അഞ്ജലി അമീറിന്റെ കൂടെ കുറെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂടെയൊക്കെ റീൽ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ എന്താ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക കാരണം? ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂടെ റീൽ ചെയ്ത അപൂർവം ഒരാളായിരിക്കും ഞാൻ എന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു വിഭാഗീയത ആരോടും ഇല്ല. അത് എല്ലാവരും എനിക്ക് ഒരേപോലെ തന്നെയാണ്. അപ്പം അത് വലിയ ആൾക്കാർ, ഫോളോവേഴ്സ് കൂടിയ ആൾക്കാർ, ഫോളോവേഴ്സ് കുറഞ്ഞ ആൾക്കാർ, അങ്ങനെയൊന്നും ഇല്ല. നല്ല രീതിയിൽ അഭിനയിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് റീൽ ചെയ്യാൻ പോവാറുണ്ട്. അങ്ങനെ അഞ്ജലി, ദീപാറാണി, കാജലിന്റെ കൂടെ അങ്ങനെ റീൽ ചെയ്തു. ആ റീലൊക്കെ നല്ല സൂപ്പർ ഹിറ്റായി പോയത്. എത്രത്തോളം ചെയ്തിട്ടുണ്ടോ? ഒരുപാട് റീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരുപാട് പെൺകുട്ടികളും പല പല അല്ലേ? എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 2500ഓളം റീലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പോസ്റ്റുകളും ചെയ്തിട്ടുണ്ട്, റീൽ പ്ലസ് പോസ്റ്റ് ഉൾപ്പെടെ. ഇപ്പൊ ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്ന എങ്ങനെ? സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടോ? അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനദണ്ഡം അങ്ങനെ ഇല്ല. ഞാൻ റീൽ ചെയ്യുന്നത് ഫാമിലി ടൈപ്പ് റീൽ ചെയ്യാറുണ്ട്, റൊമാൻറ്റിക് റീൽ ചെയ്യാറുണ്ട്, ആക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എല്ലാം സമ്മിശ്രമായി ചെയ്യുന്ന ഒരാളാണ്. അതിൽ റൊമാൻറ്റിക് റീലുകൾ മാത്രമാണ് പല ആൾക്കാരും എടുത്തു ചോദിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ബാക്കി റീലുകൾ പോലെ തന്നെയാണ് റൊമാൻറ്റിക് റീലുകളും. പക്ഷെ ചെയ്യുന്ന റീൽസ് ഒക്കെ മനഃപൂർവ്വം എന്തോ വൈറൽ ആവാൻ വേണ്ടി കുറച്ച് അതിൽ എന്തൊക്കെയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു. അല്ല, അതായത് അത് കുട്ടി പറഞ്ഞത് ശരിയാണ്. അതായത് അവസാനം ഞാൻ കുറച്ച് ചെയ്ത റീലുകൾ കുറച്ച് വൈറൽ കണ്ടന്റിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഉള്ള റീലുകൾ മൊത്തം വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. നല്ല നല്ല റീലുകൾ, നല്ല അഭിനയം മുഹൂർത്തം വരുന്ന റീലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും ആൾക്കാർക്കൊന്നും ചോദിക്കാനൊന്നുമില്ല. എന്തെങ്കിലും സാധനം വൈറലാക്കി അതിന്റെ മുകളിൽ കയറി പിടിക്കൂ. അത് നമ്മുടെ നാട്ടിലൊരു സംസ്കാരമാണ്, അത്രേ ഉള്ളൂ. ഇപ്പം രേണുസുതി ബിഗ് ബോസിൽ വന്നു. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ രേണുസുതി തന്നെ ഇപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഞാനത് 2019 മുതൽ സോഷ്യൽ മീഡിയ റീലുകളും ടിക്ടോക്കും ചെയ്യാൻ തുടങ്ങിയ ആളാണ്. എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പം പല ആൾക്കാർ എന്നെ കാണുമ്പോൾ ചോദിക്കും രേണുസുതിനോട് റീൽ ചെയ്ത ആളല്ലേ എന്ന്. എനിക്കങ്ങനെ ചോദിക്കുമ്പോൾ സാധനം വിഷമം വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഞാനാണ് രേണുസുതി എന്ന വ്യക്തിയെ, വീട്ടിൽ സെൽഫി രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന രേണുസുതിയെ ഒരു വൈറൽ റീല് ഞാൻ പ്ലാൻ ചെയ്ത്, ഞാൻ വീഡിയോഗ്രാഫറെ വിളിച്ച് ഒരു റീല് വൈറലാക്കണം ഞാൻ ആഗ്രഹിച്ചു. പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് രേണുസുതിനെ കോൺടാക്ട് ചെയ്ത ആൾ ഞാനാണ്. ആ രേണുസുതി വരുമ്പോൾ എനിക്കറിയാം ഞാനും രേണുസുതിയും കൂടി ആ സംഗതി വൈറലാവുന്നത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത റീലാണ് ചാന്തുപുട്ട് റീല്. അതിൽ അവരെ ക്ഷണിച്ചു, അവരെ ഞാൻ കൊണ്ടുവന്നു.